നമസ്തേ. ശിവശക്തി ചൈതന്യമായ വിഷ്ണുമായയുടെ നാലാമത്തെ ഭാഗമാണ് പറയുന്നത്. മധ്യകേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ചു വരുന്ന ദേവതയാണ് വിഷ്ണുമായ അഥവാ ചാത്തൻ. അതിശയോക്തികളിലും കെട്ടുകഥകളിലും കേൾവിയിലുമൊക്കെ വിഷ്ണുമായയെക്കുറിച്ച് വിവിധങ്ങളായ പരാമർശങ്ങളാണുള്ളത്. ഇതേക്കുറിച്ച് ഇന്നും പൂർണ്ണമായ ഒരു ധാരണയില്ലാത്തതാണ് അതിനു കാരണം. നമ്മുടെ പൂർവികരുടെ ഈടുവയ്പ്പുകളിൽ ഉണ്ടായിരുന്ന താളിയോല ഗ്രന്ഥങ്ങളിലെ പല അമൂല്യ മന്ത്രതന്ത്ര വിധികളും മറ്റും കാലപ്പഴക്കത്തിൽ നഷ്ടപ്പെട്ടു പോവുകയും അറിവുള്ളവർ അത് മറച്ചു വയ്ക്കുകയും ചെയ്തത് അറിയാൻ ആഗ്രഹമുള്ള പുതിയ തലമുറയോട് ചെയ്ത മഹാ അപരാധമായി. അവർ ഇത്തരം കാര്യങ്ങളിൽ അജ്ഞരുമായി. പുരാണ കഥകൾ പഴഞ്ചനെന്ന് മുദ്രകുത്തി അവഗണിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നവ വായിക്കാനും കേൾക്കാനും ജനങ്ങൾക്ക് ഏറെ ഇഷ്ടമാണ്. ഈശ്വര കഥകളോട് തോന്നുന്ന ഇഷ്ടം ഭക്തിമാർഗത്തിലേക്കുള്ള കാൽവെപ്പായി കണക്കാക്കാം. പുരാണങ്ങളെല്ലാം തന്നെ വൈദിക സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ്. ആ സംസ്കാരം കൈവരിക്കണമെങ്കിൽ ആഴത്തിലുള്ള ചിന്ത അത്യാവശ്യമാണ്. ഭാഗം 3 നമ്മൾ നിർത്തിയത് ദേവസഭാതലത്തിൽ നടന്ന സംഭാഷണങ്ങളെക്കുറിച്ച് ശ്രീ പരമേശ്വരനെയും പാർവതീ ദേവിയെയും അറിയിക്കാൻ നാരദൻ അപ്പോൾ തന്നെ കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ ശിവൻ നാരദരെ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നാരദർ ചെന്നപ്പോൾ ഒരു കുസൃതി നിറഞ്ഞ ചിരിയോടെ നാരദനോട് ചോദിക്കുകയാണ്, വരൂ നാരദരെ, അങ്ങയെ സ്മരിച്ചതേയുള്ളൂ. പറയൂ, ഭൂമിയിൽ എന്തെല്ലാമാണ് പുതിയ വിശേഷം? നമ്മുടെ ഭക്തരെല്ലാം സന്തുഷ്ടരായി കഴിയുന്നില്ലേ? ഋതുക്കൾ 6 കൃത്യമായി എത്താറില്ലേ? ആപത് ശങ്കയില്ലാതെ സർവരും പുലരുന്നില്ലേ? അപ്പോൾ നാരദർ പറയുകയാണ്, അവിടുന്ന് അറിയാത്ത ഏത് വിശേഷമാണ് 3 ലോകത്തിലുമുള്ളത്? ഏഴയായ അടിയന് പിന്നെ എന്ത് വിശേഷമാണ് പുതുതായി പറയാനുണ്ടാവുക? പ്രപഞ്ച സ്പന്ദനങ്ങൾ പോലും നിയന്ത്രിക്കുന്ന അവിടുന്ന് അടിയനെ കളിയാക്കുകയാണോ? പക്ഷേ അടിയൻ ഇപ്പോൾ വന്നത് ദേവസഭയിൽ നിന്നാണ്. നാരായണ നാരായണ, എല്ലാം അടിയൻ്റെ ഭാഗ്യം. ഇപ്പോൾ സഭ ചേരാൻ പ്രത്യേകിച്ച് എന്തുണ്ടായി? വിഷ്ണു ഭഗവാന്റെ നിർദ്ദേശാനുസരണം ചേർന്നതാണ്. ഭഗവാന്റെ ഭക്തനായ ശാഖാതാവർ മഹർഷിയുടെ അപേക്ഷ പ്രകാരം. ശാഖാതാവർക്ക് വേതാള ഗുഹ വിട്ടിറങ്ങാൻ കഴിയുന്നില്ല അല്ലേ? കുറേയൊക്കെ അദ്ദേഹം സ്വയം വരുത്തി വെച്ചതാണ്. അപ്പോൾ മനസംയമനം വേണ്ട സമയത്ത് അധർമ്മം പ്രവർത്തിച്ചു. വിധിവിഹിതം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്നത്. ഭൃങ്കന് കിട്ടിയ വരങ്ങളുടെ അർത്ഥം അദ്ദേഹത്തിന് ഗ്രഹിക്കാൻ കഴിയാതെ പോയി. സാരമില്ല, എല്ലാം ശുഭമായി കലാശിക്കുക തന്നെ ചെയ്യും. മഹേശ്വരൻ നാരദരോടിങ്ങനെ പറഞ്ഞു, ഭൃങ്കൻ ആ വിചിത്രവരം നേടിയത് കൊണ്ടാണല്ലോ ഞങ്ങൾക്കുടനെ കൈലാസം വിട്ട് ഭൂമിയിലേക്ക് പോകേണ്ടി വന്നിരിക്കുന്നത്. 2 പതിറ്റാണ്ടായി നാം ഒരു വേട്ടയ്ക്ക് പുറപ്പെട്ടിട്ട്. ഇപ്പോൾ അത് കൂടാതെയും വയ്യല്ലോ. വിഷ്ണുവിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെയും ആവശ്യം തന്നെ. നാരദ മഹർഷി പറയാതെ തന്നെ ശ്രീ പരമേശ്വരൻ കഥകളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. അതുകൊണ്ട് നാരദരെ, ഞങ്ങൾ പള്ളിവേട്ടയ്ക്കുള്ള ഒരുക്കത്തിൽ തന്നെയാണ്. ഇനിയും വൈകിയാൽ ഭൂമിയിൽ നിലച്ചിരിക്കാത്ത അരിഷ്ടതകളാകും ഫലം. ചിലപ്പോൾ ഭൃങ്കൻ ദേവേന്ദ്രൻ്റെ സിംഹാസനം കൈയടക്കിയെന്നും വരും. ശ്രീ പരമേശ്വരൻ പറഞ്ഞു തുടങ്ങി. നാരദർക്ക് അത് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അദ്ദേഹം ശിവസ്തുതിയും ചൊല്ലി മടങ്ങി. പള്ളിവേട്ടയ്ക്കും വനവാസത്തിനും വേണ്ട തയ്യാറെടുപ്പുകൾ കൈലാസത്തിൽ തുടങ്ങി. ഭൂതഗണങ്ങൾ അകമ്പടി ഒരുങ്ങി. പൗർണമി നാൾ ബ്രഹ്മമുഹൂർത്തം. സകല ചരാചരങ്ങളും ഉണരുന്ന നേരം. ശ്രീ പരമേശ്വരൻ്റെ ധ്യാനാദി കർമ്മങ്ങൾ കഴിഞ്ഞ് ഭൂതഗണ നേതാക്കൾ, വിവിധ സേനകളുടെ അധിപന്മാർ തുടങ്ങിയവർ യാത്രാസംഘങ്ങൾക്ക് നിർദ്ദേശം നൽകി ഓടി നടക്കുന്നു. ഭൂതഗണങ്ങളുടെ നായകൻ പ്രധാന ദേവസൈന്യാധിപൻ നന്ദികേശൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ മുഹൂർത്തം തെറ്റാതെ പാർവതി സമേതനായി പരമേശ്വരൻ യാത്ര ആരംഭിച്ചു. കൈലാസ താഴ്വാരം കഴിഞ്ഞ് വിവിധ സ്ഥലങ്ങളും രാജ്യങ്ങളും പിന്നിട്ടു. പീഠഭൂമി താണ്ടി മരുഭൂമികൾ മറികടന്നു. ആ യാത്ര തുടരുകയാണ്. അവരുടെ ആ ഘോഷയാത്ര കാണാൻ ആകാശമണ്ഡലത്തിൽ ദേവന്മാർ നിരന്നു. അവർ യാത്രാമംഗളങ്ങൾ നേർന്നുകൊണ്ട് സുഗന്ധ മലരുകൾ വാരിച്ചൊരിഞ്ഞു. യക്ഷഗന്ധർവ കിന്നരന്മാർ സ്തുതിഗീതങ്ങൾ ആലപിച്ചു. ദേവദുന്ദുഭി മുഴങ്ങി. വാദ്യഘോഷങ്ങൾ ഇടതടവില്ലാതെ ഉയർന്നുകൊണ്ടിരുന്നു. വൃക്ഷശാഖികൾ ചാമരം വീശി. മന്ദാനിലൻ സൗമ്യ സാന്ത്വനം പോലെ തലോടി. ആ ഘോഷയാത്ര കടന്നു പോകുമ്പോൾ വനാതിർത്തിയോളം മത്തഗജങ്ങൾ പിന്തുടർന്നു. ഇല്ലിക്കാടുകൾ മുരളീരവം പൊഴിച്ചു. കുതിരവനത്തിൽ മൃഗങ്ങളെ വേട്ടയാടി ഇടയ്ക്കിടയ്ക്ക് വിശ്രമിച്ച് ദാഹവും ക്ഷീണവും തീർത്ത് കാടും മലയും കടന്ന് യാത്രാസംഘം ഭീകരവനമായ സിംഹവനാതിർത്തിയിൽ എത്തിച്ചേർന്നു. സിംഹവനത്തിലൂടെയുള്ള യാത്ര ക്ലേശകരവും ഭയാനകവുമാണ്.
വനത്തിൽ ഭീകരനായ ഒരു വ്യാളി താമസിക്കുന്നുണ്ട്. കുതിരയുടെ പാതി ഉടലും കാലുകളും പാതി മനുഷ്യന്റെ ഉടലും കൈകളും ചേർന്ന ശരീരവും സിംഹത്തിന്റെ തലയും മുഖവുമുള്ള ആ ഭീകര ജീവിക്ക് 6 അടിയോളം ഉയരം കാണും. മനുഷ്യരക്തം ഊറ്റിക്കുടിക്കുകയും മനുഷ്യമാംസം ഭക്ഷിക്കുകയും ചെയ്യുന്ന ആ വ്യാളിയുടെ കണ്ണിൽപ്പെട്ടാൽ രക്ഷപ്പെടുക എളുപ്പമല്ല. ഈ ഭീകരജീവി സിംഹവനത്തിൽ എത്തിച്ചേർന്ന ഒരു കഥയുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദേവേന്ദ്രന്റെ രാജസദസ്സിലെ ആസ്ഥാന കവി സോമദാസൻ മഹാപണ്ഡിതനും വാഗ്മിയും ആക്ഷേപഹാസ്യത്തിൽ കവിത രചിക്കുന്നതിൽ നിപുണനുമായിരുന്നു. ഒരിക്കൽ ദേവേന്ദ്രനെ പുകഴ്ത്തിയും ഇകഴ്ത്തിയും ഒരു കവിത എഴുതി. കവിതയുടെ അവസാനത്തിൽ ദേവേന്ദ്രനെ ഹാസ്യരൂപേണ അദ്ദേഹം കളിയാക്കി. രാജ്യവും പ്രജകളും സൈന്യങ്ങളുമില്ലാതെ കുതിരയുടെ ഉടലും കൈകാലുകളും മനുഷ്യന്റെ ഉടലും കൈകളും സിംഹത്തിന്റെ തലയും മുഖവുമുള്ള ഒരു വ്യാളിയായാൽ ദേവേന്ദ്രന്റെ രൂപം എങ്ങനെയായിരിക്കുമെന്നാണ് കവിതയുടെ ചുരുക്കം. കവിത വായിച്ച് ദേവേന്ദ്രൻ കോപിഷ്ഠനായി. തന്നെ വ്യാളിയായി കണ്ട ആസ്ഥാന കവി സോമദാസന് തന്നെ ഈ നിയോഗമുണ്ടാകട്ടെ എന്ന് ദേവേന്ദ്രൻ ശപിച്ചു. ശാപമോക്ഷത്തിനായി അപേക്ഷിച്ചപ്പോൾ സിംഹവനത്തിൽ വെച്ച് ശ്രീ പരമേശ്വരന്റെ ബാണമേറ്റ് മരണം വരിച്ചാൽ ശാപവിമുക്തനാകുമെന്ന് ദേവേന്ദ്രൻ അരുളി ചെയ്തു. ഈ ശാപത്താലാണ് കുതിരയുടെ ഉടലും കാലുകളും മനുഷ്യന്റെ ഉടലും കൈകളും സിംഹത്തിന്റെ തലയും മുഖവുമുള്ള വ്യാളി സിംഹവനത്തിലെത്തിയത്. യാത്രാസംഘം സന്ധ്യയോടടുത്ത് സിംഹവനത്തിലെത്തി. ഘോഷയാത്രയെ വ്യാളി തടഞ്ഞു നിർത്തി. തന്റെ അനുവാദമില്ലാതെ സിംഹവനത്തിലൂടെ യാത്ര ചെയ്യാൻ അനുവദിക്കുകയില്ലെന്ന് വ്യാളി കർക്കശമായി പറഞ്ഞു. വ്യാളിയും നന്ദികേശനും തമ്മിൽ ചൂടേറിയ വാഗ്വാദം നടന്നു. ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്ന മഹേശൻ ദേവേന്ദ്രന്റെ ശാപം മൂലമാണ് ഇവൻ വ്യാളിയായതെന്നും ഇവന് ശാപമോക്ഷത്തിനുള്ള സമയമായെന്നും ജ്ഞാനദൃഷ്ടിയാൽ മനസ്സിലാക്കി. നിങ്ങൾ യുദ്ധം ചെയ്ത് നമ്മെ തോൽപ്പിക്കുക, വ്യാളി അലറി. ശിവൻ വ്യാളിയുമായി യുദ്ധം തുടങ്ങി. അസ്ത്രങ്ങൾ ഇരുവരും മാറി മാറി പ്രയോഗിച്ചു. വില്ലുകളിൽ നിന്നുയർന്ന ഞാണൊലി കാതങ്ങൾക്കപ്പുറം കേൾക്കുമാറായി. വ്യാളിയുടെ കയ്യിലെ അസ്ത്രങ്ങളെല്ലാം തീർന്നു. വ്യാളിക്ക് ഭയം തോന്നി തുടങ്ങി. മരണഭീതിയോടെ വ്യാളി ജീവനും കൊണ്ടോടവേ ശ്രീ പരമേശ്വരന്റെ അസ്ത്രമേറ്റ് വ്യാളി മരിച്ചു വീണു. അങ്ങനെ പരമേശ്വരൻ ആസ്ഥാന കവിക്ക് മോക്ഷം നൽകി. യാത്രാസംഘം വീണ്ടും യാത്ര തുടർന്നു. അത്തിമരങ്ങൾ തിങ്ങി വളർന്നു നിൽക്കുന്ന അത്തമലയും തത്തകളുടെ ആവാസ കേന്ദ്രമായ തത്തമലയും കടന്ന് യാത്രാസംഘം നായാട്ടു വനത്തിലെത്തി. ശൽക്കല തടാകത്തിൽ നീരാടിക്കൊണ്ടിരുന്ന കാട്ടുവാസികളായ മലദമ്പതികളെ അനുഗ്രഹിച്ച് നായാട്ടു വനത്തിൽ നിന്നും കൂളിക്കുന്നൻ കാനനത്തെ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. രാക്ഷസ വനത്തിന്റെ അതിർത്തിയിൽ എത്തിയപ്പോൾ കാടും മലയും കിടിലം കൊള്ളിക്കുന്ന ഒരാരവം കേട്ട് സംഘം നിന്നു. സംഘാംഗങ്ങൾ പരസ്പരം നോക്കി. അടുത്ത ക്ഷണം അവർക്കെതിരെ മറ്റൊരു ഘോഷയാത്ര പോലെ ഭീകര ജീവികളെന്ന് തോന്നിക്കുന്ന വലിയൊരു സംഘം രാക്ഷസ കിങ്കരന്മാർ പാഞ്ഞെടുത്തു. മനുഷ്യരൂപങ്ങളാണെങ്കിലും പ്രാകൃതരായിരുന്നു അവർ. ഹാവഭാവങ്ങളിലും അങ്ങനെ തന്നെ. കാട്ടുപക്ഷികളുടെ തൂവലുകൾ കുത്തി നിരത്തിയുള്ള ശിരാവരണങ്ങൾ, മുഖത്ത് പല നിറത്തിലുള്ള ചായങ്ങൾ കൊണ്ട് ചുട്ടികളും വട്ടപ്പുള്ളികളും വരച്ചു വച്ചിരിക്കുന്നു. ദൃഢതയേറിയ ശരീരാവയവങ്ങൾ, കഴുത്തിൽ മനുഷ്യാസ്ഥികളും പുലിപ്പല്ലുകളും കോർത്ത് നിർമ്മിച്ച മാലകൾ. നാണം മറയ്ക്കാൻ മൃഗത്തോലിൻ്റെയോ ഇലകളുടെയോ കഷണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നിമിഷങ്ങൾ കൊണ്ട് അത്തരം 100 കണക്കിന് രാക്ഷസന്മാർ ഉൾപ്പെടുന്ന പടയാളി സംഘം അവരെ ചുറ്റിവളഞ്ഞു. ഭയം തോന്നിക്കുന്ന ഒരുതരം ശബ്ദവും അവർ മുഴക്കിയിരുന്നു. ഒറ്റയ്ക്ക് നടക്കുന്ന ഒരാൾ അത് കേട്ടാൽ അത് മാത്രം മതി അയാൾ കാലപുരി പോകാൻ. നിങ്ങൾ ആര്? ഈ വനത്തിനുള്ളിൽ കടക്കാൻ നിങ്ങൾക്ക് അനുവാദം തന്നതാര്? ഇവിടുത്തെ വനജീവികളെ ആക്രമിക്കാൻ ആരാണ് അനുവദിച്ചത്? നിങ്ങൾ അത് പറയുക, പിന്നെ തിരിഞ്ഞു നോക്കാതെ തിരിച്ചു പോവുക. രാക്ഷസപ്പടയുടെ നേതാവെന്ന് തോന്നിയ ഒരധികായൻ പ്രാകൃത ഭാഷയിൽ ചോദിച്ചു. ശ്രീ പരമേശ്വരൻ അയാളെ കൗതുകപൂർവ്വം നോക്കി. ശ്രീ മഹേശ്വര സൈന്യാധിപൻ നന്ദികേശൻ മുന്നോട്ട് വന്നു. ഇങ്ങനെ ചോദിക്കാൻ നിങ്ങളാര്? നിങ്ങളെ ആര് ചുമതലപ്പെടുത്തി? നിങ്ങൾ ആരുടെ സേവകൻ? അത് കേൾക്കട്ടെ ആദ്യം, എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ തിരിച്ചു പോവാം. നന്ദികേശനെ അധികായൻ രൂക്ഷമായെന്ന് നോക്കി. പ്രാകൃത ശബ്ദത്തിൽ ഒന്ന് മുരളുകയും ചെയ്തു. ഇത് രാക്ഷസരാജന്റെ മണ്ണ്, രാക്ഷസരാജന്റെ കാട്, രാക്ഷസരാജന്റെ മൃഗസമ്പത്ത്. ആ തമ്പുരാന്റെ അനുമതിയില്ലാതെ ഈ കാട്ടിൽ കടന്നു പോകരുതെന്നും വേട്ടയാടിക്കൂടെന്നുമാണ് തമ്പുരാന്റെ ഉത്തരവ്. താല്പര്യമില്ലാത്ത മട്ടിൽ അയാൾ പറഞ്ഞു. നന്ദികേശന്റെ ചിരി ഇത്തവണ ഉച്ചത്തിലായി. പൊട്ടിച്ചിരി തന്നെ. തന്നെ പരിഹസിക്കുകയാണെന്നറിഞ്ഞ അധികായൻ മുളം തൂണീരത്തിൽ നിന്നൊരു അമ്പെടുത്തിട്ടിങ്ങനെ വില്ലിൽ തൊടുത്ത് നന്ദികേശന് നേരെ ലക്ഷ്യം വെച്ചു. നന്ദികേശൻ തെല്ലും പതറിയില്ല, പകരം ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് നന്ദി പറയുകയാണ്. എടാ കാട്ടാള സൈന്യാധിപ, തന്നെ ആ കാട്ടാള രാജാവ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ഇത് തൻ്റെ ആ കാട്ടാളൻ്റെ വനമല്ല, മണ്ണല്ല, വനജീവികളുമല്ല. ഇത്
കൈലാസനാഥനായ ശ്രീ പരമേശ്വരന്റെ മണ്ണ്, ശ്രീ പരമേശ്വരന്റെ കാട്, ശ്രീ പരമേശ്വരന്റെ പ്രജകളായ പക്ഷി മൃഗാദികൾ, അതേ ശ്രീ പരമേശ്വരന്റെ കരുണ കൊണ്ട് കഴിയുന്നവനാണ് താനും തൻ്റെ കാട്ടാള രാജാവും. ആ സാക്ഷാൽ കൈലാസനാഥനാണ് അവിടെ നിൽക്കുന്നത്. നീ ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടാവും സംഹാരകനുമായ ശ്രീ പരമേശ്വരൻ ശിവപെരുമാൾ. നന്ദികേശൻ പറഞ്ഞതൊന്നും ആ കാട്ടാള സൈന്യാധിപന് മനസ്സിലായില്ല. ശ്രീ പരമേശ്വരനെന്നോ ശിവനെന്നോ ഒന്നും അവൻ കേട്ടിട്ടുമില്ല. ശിവസൈന്യത്തെ ആക്രമിക്കാൻ അണികൾക്ക് നിർദ്ദേശം നൽകുകയാണ് അയാൾ ചെയ്തത്. അതികായന്റെ നിർദ്ദേശം കേൾക്കേണ്ട താമസം രാക്ഷസപ്പട ശിവസൈന്യങ്ങൾക്കിടയിലേക്ക് പാഞ്ഞു കയറി, തികച്ചും രാക്ഷസീയമായ ശൈലിയിൽ തന്നെ. ശ്രീ പരമേശ്വരൻ എല്ലാം ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു. രാക്ഷസപ്പടയുടെ വീര്യം കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവരെ ഒന്ന് കളിപ്പിക്കണമെന്ന് തോന്നി. ശത്രുക്കളെ അല്ലാതെ നിഗ്രഹിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം എന്നും വിമുഖനായിരുന്നു. ഇവർ തനിക്ക് ശത്രുക്കളല്ല, അറിവില്ലായ്മയാണ് അവരെ കൊണ്ടിത് ചെയ്യിക്കുന്നത്. യജമാനൻ പണ്ടെന്നോ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കുന്നു ഇവർ, അത്രയുള്ളൂ. അങ്ങനെ ഒരു ഘോരയുദ്ധം പ്രതീക്ഷിച്ച് ശിവസൈന്യത്തിലേക്ക് ഇരമ്പി കയറിയെങ്കിലും ശിവസൈന്യത്തിലെ ഒരു സൈനികനെയെങ്കിലും വധിക്കാൻ കഴിഞ്ഞില്ല. രാക്ഷസഭടന്മാർ അയക്കുന്ന വിഷം പുരട്ടിയ അസ്ത്രങ്ങൾ പൂക്കളായി ശിവഭടന്മാരിൽ വന്നു കൊള്ളുന്നു. വീശി വെട്ടുന്ന വാളുകൾ പൂക്കുലകളാകുന്നു. നന്ദികേശന് കാര്യം മനസ്സിലായി. ശ്രീ പരമേശ്വരൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. തൻ്റെ അണികളെ നന്ദികേശനെ അറിയിച്ചു. രാക്ഷസന്മാരെ പ്രതിരോധിച്ചാൽ മാത്രം മതി. മടുക്കുമ്പോൾ അവർ ഭയന്ന് പിന്മാറിക്കൊള്ളും. അങ്ങനെ തന്നെ സംഭവിച്ചു. അതികായൻ ഉൾപ്പെടെയുള്ളവർ അന്തം വിട്ടിരിക്കുന്നു. അയാളുടെ മുഖം പരിഭ്രമം കൊണ്ട് തുടുത്തിരിക്കുന്നു. സകലരുടെയും ആവനാഴികളിൽ ഉണ്ടായിരുന്ന അസ്ത്രങ്ങളും മറ്റായുധങ്ങളും അവസാനിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ തിരിഞ്ഞോടുകയാണ് ചെയ്തത്. അണികളും പിന്നാലെ പാഞ്ഞു. പിന്നിൽ നിന്ന് കേൾക്കുന്ന ശിവഭടന്മാരുടെ ആഹ്ലാദാരവം മരണത്തേക്കാൾ അപമാനകരമായിരുന്നു അവർക്ക്. ശ്രീ പരമേശ്വരൻ നന്ദികേശനെ നോക്കി ഒരു ചെറുപുഞ്ചിരി പൊഴിച്ചു. അന്ന് അവിടെ വിശ്രമിച്ച യാത്രാസംഘം പിറ്റേന്ന് പുലർച്ചെ തന്നെ യാത്ര തുടർന്ന് കാടുകളും മേടുകളും താണ്ടി കൊടും വേനലിൽ ഉണങ്ങിക്കിടക്കുന്ന കൂളിക്കുന്നൻ വനത്തിലെത്തി. തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് അവിടെ കൂളിയാറിൻ്റെ തീരത്ത് മനോഹരമായൊരു പർണശാല കെട്ടിയുണ്ടാക്കി പാർവതീ പരമേശ്വരന്മാർ അവരുടെ വനവാസ ജീവിതത്തിന് തുടക്കം കുറിച്ചു. ശ്രീ പരമേശ്വരൻ കൂളിയാറിൻ്റെ തീരത്ത് വനകുസുമങ്ങളുടെ സുഗന്ധം ആസ്വദിച്ച് ഔഷധ സസ്യങ്ങളെയും മരങ്ങളെയും തഴുകിയെത്തുന്ന ഇളങ്കാറ്റിൻ്റെ തലോടലേറ്റ് വനസൗകുമാര്യം ആവോളം ആസ്വദിച്ച് അരുവി തീരത്തുകൂടി നടക്കുകയായിരുന്നു ഭഗവാൻ പരമേശ്വരൻ. അങ്ങനെ വനത്തിലൂടെ നടക്കുമ്പോൾ വനവേടന്റെ വേഷത്തിലായിരിക്കണമെന്ന് അദ്ദേഹത്തിനൊരു കുസൃതി തോന്നി. ആ വേഷത്തിൽ പാർവതീ ദേവി പോലും ഭർത്താവിനെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞെന്ന് വരില്ല. അത്രയേറെ സ്വാഭാവികമായിരുന്നു ആ വേഷപ്പകർച്ച. അങ്ങനെ നടന്നു പോകവേ ചുഴികളും മലരുകളും ഒന്നുമില്ലാതെ നിശബ്ദമായി ഒഴുകുന്ന പുഴയിൽ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ആ കാഴ്ച നൽകിയ വിസ്മയം വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിച്ചു. ശ്രീ പരമേശ്വരൻ പുഴയോരത്തെ ഒരു പടർപ്പൻ മരച്ചുവട്ടിലേക്ക് മാറി നിന്നു. അങ്ങനെ ഒരാൾ അവിടെ നിൽക്കുന്നത് അത്ര എളുപ്പം ആരും തിരിച്ചറിയുമില്ല. പുഴക്കടവിൽ ഒരു സുന്ദരി വിജനതയുടെ ആനുകൂല്യം ആവോളം അനുഭവിച്ചുകൊണ്ട് അവൾ വിസ്തരിച്ച് നീരാടുകയായിരുന്നു. കടഞ്ഞെടുത്തതുപോലുള്ള മേനിയഴക്, തനിത്തങ്കം തോൽക്കുന്ന നിറം, നിറമാറിൽ നിന്ന് മാർക്കച്ച അഴിഞ്ഞു വീണിരിക്കുന്നു. പരമേശ്വരനെ അവളിൽ നിന്നും കണ്ണെടുക്കാനേ തോന്നുന്നില്ല. കൂളിവാകയായിരുന്നു അവൾ. മലയരാജാവ് മരത്തൻ്റെ മകൾ. സ്വയം മറന്നു നിന്ന് നീരാടുന്ന കൂളിവാകയ്ക്ക് പൊടുന്നനെ ഒരു സന്ദേഹമുണ്ടായി. വനജീവിതം സമ്മാനിച്ച പ്രായോഗിക ബുദ്ധിയാവാം. തന്നെ ആരോ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇന്നുവരെ അങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉൾഭയത്തോടെ വീണ്ടും വീണ്ടും അവൾ പുഴയോരത്താകെ കണ്ണുകൾ കൊണ്ട് പരതി. അപ്പോൾ പിന്നെയും സംശയമായി. പുഴ മറയ്ക്കുന്ന ഇലച്ചാർത്തുകൾക്കിടയിൽ നിന്ന് 2 മിഴികൾ പിൻവലിഞ്ഞോ? അവിടേക്ക് തന്നെ അവൾ വീണ്ടും വീണ്ടും ശ്രദ്ധിച്ചു. ഇത്തവണ ഒഴിയാൻ കഴിഞ്ഞില്ല. ശ്രീ പരമേശ്വരൻ അവളുടെ കണ്ണിൽപ്പെട്ടു. യാതൊരു മാന്യതയും ഇല്ലാതെ താൻ നീരാടുന്ന ആറ്റുതീരത്ത് കളനെ പോലെ വന്ന് പതുങ്ങി നിൽക്കുന്ന നീചനും ധിക്കാരിയുമായ ഇയാളെ എങ്ങനെ നേരിടും? ഇയാൾ ആരാണ്? അവൾ അങ്ങനെ ഓർമ്മയിൽ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മലവേടൻ ഒളിയിടത്തിൽ നിന്ന് പുറത്തേക്ക് നീങ്ങി വന്നു. ഇതിനു മുമ്പ് ഇയാളെ കൂളിക്കുന്നൻ വനത്തിൽ എങ്ങും കണ്ടിട്ടേ ഇല്ല. അപ്പോൾ കൂളിവാക അയാളെങ്ങനെ ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ്. മയിൽപ്പീലി കൊണ്ടുള്ള കിരീടം, മുഖത്ത് നിറയെ താടിരോമങ്ങൾ, ഭസ്മം വാരി പൂശിയ ശരീരം, മരത്തോലും കരിഞ്ചേലയും ധരിച്ചിരിക്കുന്നു. ആവനാഴി നിറയെ അമ്പുകളും കയ്യിൽ വില്ലുമായി നിൽക്കുന്ന ഒരു മലവേടൻ. കൂളിവാകയുടെ സൗന്ദര്യം ദർശിച്ച മാത്രയിൽ പരമേശ്വരൻ അവളിൽ മോഹിതനായി കഴിഞ്ഞിരുന്നു. ആ മലയസുന്ദരിയോട് വല്ലാത്തൊരു ആകർഷണം തോന്നുന്നു. അദ്ദേഹം തെല്ലും മടിച്ചില്ല. അവളോട് ചോദിച്ചു, സുന്ദരി, നീ ആരാണ്? ദേവലോകത്ത് നിന്നെങ്ങാനാം വഴിതെറ്റി വന്നതാണോ ഈ വനത്തിൽ?
നിന്നോട് എനിക്കൊരു ആഗ്രഹം തോന്നുന്നു. എൻ്റെ ആഗ്രഹം നീ സഫലമാക്കി തരില്ലേ? കൂളിവാക ആകെ ഭയപ്പെട്ടു. അവൾ മാറോളം വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്ന് തൻ്റെ ഇഷ്ടദേവതയായ പാർവതീദേവിയെ പ്രാർത്ഥിച്ചു. ദേവി പാർവതി, അടിയനെ ഈ ദുർഘടത്തിൽ നിന്ന് രക്ഷിക്കണേ. കരയിലേക്ക് കയറി രക്ഷപ്പെടാൻ അടിയനാവുന്നില്ല. ഈ മനുഷ്യനെ കണ്ടിട്ട് എനിക്ക് ഭയം തോന്നുന്നു. എന്നെ സഹായിക്കൂ, രക്ഷിക്കൂ. അവൾ മനമുരുകി കേണപേക്ഷിച്ചു. കണ്ണുകളടച്ച് തൊഴുകയോടെ നിൽക്കുന്ന അവളുടെ കർണങ്ങളിൽ അപ്പോൾ ഒരു അശരീരി കേൾക്കായി. ഭക്തേ, നിന്റെ നിഷ്കളങ്കതയിലും ഭക്തിയിലും നാം സന്തോഷിക്കുന്നു. നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല. സമാധാനിക്കൂ. നിന്റെ മുന്നിൽ നിൽക്കുന്ന ആ മലവേടനെ ഭയക്കേണ്ട കാര്യമില്ല. അനുഗ്രഹവുമായി വന്നിരിക്കുന്ന ആ മലവേടനെ നിനക്ക് പിന്നീട് മനസ്സിലാകും. ഇത് നിന്റെ നിയോഗമാണ്, ഭാഗ്യവുമാണ്. ഭയങ്ങളെല്ലാം വെടിഞ്ഞ് ഭക്ത്യാദരപൂർവം അദ്ദേഹത്തിൻ്റെ പാദപൂജ ചെയ്യാൻ നീ മനസ്സിനെ പാകപ്പെടുത്തൂ. നിന്റെ രക്ഷയ്ക്കായി ഞാൻ എപ്പോഴും നിന്നോടൊപ്പമുണ്ട്. പൊടുന്നനെ തന്നെ കൂളിയാറിൻ്റെ ഒഴുക്ക് നിലച്ച് നിശ്ചലമായി. ശിഖരങ്ങൾ പൂക്കുലകൾ കൊണ്ട് വെഞ്ചാമരം വീശിയിരുന്ന അവയുടെ ചലനം നിലച്ചു. പ്രകൃതിയും ഈശ്വരനും കാലവും ഒരു മാത്രം നിശ്ചലമായി ഇരിക്കുന്നുവോ? കാലം തെറ്റി വന്ന ഒരു കൂരിരുട്ട് ആ പ്രദേശമെങ്ങും നിറഞ്ഞു. ഇരുട്ടിൻ്റെ ചതുർഭാവങ്ങളും മാറി മാറി വന്നു. അപ്പോഴും തൊഴുകൈയുമായി നിൽക്കുകയായിരുന്ന കൂളിവാകയ്ക്ക് പിന്നീടൊന്നും ഓർമ്മയില്ല. സുഷുപ്തിയിലോ ജാഗ്രതയിലോ ആയിരുന്നില്ല അവൾ. നിശ്ചേതനമായ മറ്റേതോ അവസ്ഥ. താൻ ആകാശത്തിലേക്ക് പറന്നു പറന്നു പോകുന്നുവോ? പാതാള ലോകത്തേക്ക് താഴ്ന്നു താഴ്ന്നു പോകുന്നുവോ? ഏതോ ഒരു അദൃശ്യ ശക്തി തന്നെ അടിമുടി ആവേശിച്ചതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ആരോ തന്നെ കരവരയത്തിൽ ഒതുക്കുന്നു, കെട്ടിപ്പുണരുന്നു, ചുംബനങ്ങളാൽ വീർപ്പ് മുട്ടിക്കുന്നു. ബലിഷ്ഠമായ ഏതോ ഒരു വിരിമാറിൽ താൻ അമർന്നു കിടക്കുകയാണ്. ഒടുവിൽ താൻ പാതാള ലോകത്തെ ഏതോ ഒരു കൊട്ടാരത്തിലെ വെണ്ണക്കൽ മണ്ഡപത്തിലാണ്. വെണ്ണക്കല്ലിൻ്റെ കുളിർമ നഗ്നശരീരത്തിൽ മറ്റൊരു കുളിരായി പടരുന്നുണ്ട്. കന്യകയായ തന്നെ മലവേടൻ അശുദ്ധമാക്കുകയാണെന്നൊരു തോന്നൽ. അപ്പോൾ ഒരു വിലയം, അതേപോലെ തന്നെ ഒരു വിസ്മൃതി, ഒരു ഉൾക്കുളിര്. തന്നെ ആവേശിച്ച ആ ശക്തി മാഞ്ഞു പോകുന്നു. കൂളിവാക ഞെട്ടിയുണർന്നു. അപ്പോഴും അവൾ മാറോളം വെള്ളത്തിൽ കൂളിയാറ്റിൽ നിൽക്കുകയാണ്. ഈശ്വര, താൻ അനുഭവിച്ചത് സത്യമാണോ? അതും വെറും സ്വപ്നമോ? അവൾ കണ്ണുകൾ ചുറ്റുപാടും പരതി. മുൻപ് കണ്ട ആ മലവേടനെ അവിടെയെങ്ങും കാണാനുണ്ടായിരുന്നില്ല. എന്തോ ഒരു അത്ഭുതം സംഭവിച്ചു. അതെന്താണെന്ന് തിരിച്ചറിയാനാവാത്ത ആശങ്കയുമായി കൂളിവാക ആറ്റിൽ നിന്നും കയറി. അവൾ മലയ കൊട്ടാരത്തിലേക്ക് നടന്നു. അപ്പോൾ വിഷ്ണുമായ കഥകളുടെ 4ാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ്. അതിമനോഹരമായ ബാക്കി ഭാഗം ഉടനെ തന്നെ എല്ലാവർക്കും കേൾക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.